ഇതുവരെ ആത്മഹത്യ എന്നുള്ള തിയറിയിലായിരുന്നു ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് എന്തായാലും ഈ ഹർജിയിലാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഇത് കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്നൊരു സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ചോദിച്ചത് എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകമെന്ന് പറയുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംശയം കുടുംബത്തിന് ബലപ്പെടുമ്പോൾ വേറൊരു ഏജൻസി അന്വേഷിക്കുന്നതാണ് എന്ന് തോന്നലുണ്ടാകുമോ കൂടുതൽ കരുത്തോടെ? SK, ഈ കാര്യത്തിൽ കോടതിയുടെ മുന്നിലേക്ക് CBI അന്വേഷണം എന്നൊരു ആവശ്യം ഹർജിക്കാർ വെക്കുമ്പോൾ പ്രധാനമായും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി വേണം ഈ അന്വേഷണത്തിലെ ഗുരുതരമായ പിഴവുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത്, ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറ്റവരാരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ മരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾ ഈ കേസിൽ ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. അതിൽ ഇനിയൊരു സാധ്യത, ഇതിൽ സത്യവാങ്മൂലം നൽകാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് അന്വേഷണം ഏത് ദിശയിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്? ഈ ഹർജിയിൽ ആരോപിക്കുന്നത് പോലെ കേസ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ SITക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ, പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന ഹർജിയിലെ ആരോപണം എങ്ങനെ നിലനിൽക്കുന്നതാണോ, ഈ കാര്യങ്ങളൊക്കെ കോടതി പരിശോധിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് സത്യവാങ്മൂലം സമർപ്പിക്കാനും കേസ് ഡയറി ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് ഡയറിയിലെ കാര്യങ്ങൾ കോടതി പരിശോധിച്ച ശേഷമായിരിക്കും ഒരു CBI എൻക്വയറിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ. ഇവിടെ ഹർജിക്കാർ ആരോപിക്കുന്നത് പോലെ, അവർ സംശയിക്കുന്നത് പോലെ SITയുടെ രൂപീകരണം ചട്ടവിരുദ്ധമാണോ, അതിനകത്തെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇരുന്നിട്ടുണ്ടോ, പ്രധാനപ്പെട്ട തെളിവുകൾ ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ടോ, ഈ കാര്യത്തിൽ പാർട്ടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഇത്തരം ഗൗരവമുള്ള ഹർജിയിലെ ആരോപണങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു CBI എൻക്വയറി ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ കോടതി അന്തിമമായ ഒരു തീർപ്പിലെത്തുക. അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യ കേസ് അല്ലേ എന്ന് കോടതി ആദ്യം പരാമർശിച്ചതും പിന്നീട് ഇപ്പോഴിത് കൊലപാതകമാണ് എന്നാണോ പറയുന്നത് എന്നും കോടതി ചോദിക്കാനുള്ള കാരണം, ഈ കേസിൽ കൊലപാതകമാണ് എന്ന് ഹർജിക്കാർ സംശയിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊരു സൂക്ഷ്മ പരിശോധനയ്ക്ക് സ്വാഭാവികമായും വിധേയമാക്കും. അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, ഹർജിക്കാർ ആരോപിക്കുന്നത് പോലെ വലിയ പിഴവുകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ടോ, ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചില്ല എന്നും അത് ശേഖരിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുമൊക്കെ ഹർജിക്കാർ ആരോപിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അത് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി കോടതി പരിശോധിക്കും. ആഷ്മി, 9 എന്നത് ഡിസംബർ 6 മാറ്റി ഡേറ്റ് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇത് ആത്മഹത്യ സംബന്ധിച്ച കേസല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. കൊലപാതകമാണോ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിക്കുന്നു. SIT എന്നത് പേരിന് മാത്രമാണെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. നേരത്തെ കൊടുത്ത ഹർജി നമ്മൾ കണ്ടതാണ്. അതിൽ പറയുന്നത് ഈ SIT തെളിവുകൾ കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഭാഗത്തിന് വ്യാജ തെളിവ് ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നൊരു സംശയം കൂടി അതിൽ പറയുന്നുണ്ട്. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് 9 നിന്നും 6 തീയതിയിലേക്ക് ഡേറ്റ് മാറ്റിയത്? അത് ഒരു സാങ്കേതികമായി ചെയ്തതാണ്. കാരണം അഭിഭാഷകരിൽ ചിലർക്ക് അസൗകര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 9 നിന്നും 6 തീയതിയിലേക്ക് മാറ്റിയത്. അത് സാധാരണ നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ്, മറ്റ് പ്രത്യേകത അതിന് ഇല്ല. ഇതിലിപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ഇന്നത്തെ പരാമർശങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ തോതിൽ അതിന് പ്രസക്തി കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസ് പ്രഥമ ദൃഷ്ട്യാ കോടതി ഒന്ന് നോക്കിയതിന് ശേഷം കോടതി സാധാരണ ചോദിക്കാറുള്ള ചില സംശയങ്ങളുണ്ട് കോടതിക്ക്. ആ സംശയ നിവൃത്തി വരുത്തിയതാണ് കോടതി ചെയ്തത്. ആ ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം നൽകിയാൽ മതിയാകും. അത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് തിരിച്ചടിയോ ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമോ ആയ ചോദ്യങ്ങളല്ല. അതിങ്ങനെയാണ് ചോദിച്ചത്, ഇത് ആത്മഹത്യയെ സംബന്ധിച്ച കേസല്ലേ എന്ന് ആ അഭിഭാഷകൻ, മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതി മുറിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്. കൊലപാതകമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴിത് കൊലപാതകമാണെന്ന് പറയുന്നത്? കാരണം ആദ്യം ആത്മഹത്യയാണ് എന്നാണല്ലോ, ആത്മഹത്യാ കേസല്ലേ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദിക്കുന്നത്. ഇപ്പോഴെന്തടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമെന്ന് പറയുന്നത് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ചുരുങ്ങിയ വാക്കുകളിൽ അതിനുള്ള മറുപടി ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ കൊടുക്കുകയും ചെയ്തു. പിന്നാലെ SIT പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള തങ്ങളുടെ അവിശ്വാസം അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശം വരികയും ചെയ്തു. പേരിന് മാത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്, SIT ഉള്ളത് എന്ന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. കോടതി ഒരുപക്ഷെ കൺവിൻസ്ഡ് ആയി കാണണം. തുടർന്നാണ് അന്വേഷണ സംഘ തലവനോട് ഈ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞത്. അതിനുശേഷം കോടതി പറഞ്ഞത് ഇതിന്റെ കേസ് ഡയറി ഹാജരാക്കാനാണ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞത് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ആ കേസ് ഡയറിയിൽ കാണും. അത് വായിക്കുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് എന്തെങ്കിലും അസ്വാഭാവികത അതിൽ നടന്നിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും.
പിന്നീട് വാദമൊക്കെ കോടതി കേൾക്കും. 6-ാം തീയതി ആ കേസ് ഡയറിയും സത്യവാങ്മൂലവും എത്തും. ശേഷം കോടതി ഇതിൽ വിശദമായ വാദം കേൾക്കും. ശേഷമായിരിക്കും CBIയോടും സർക്കാരിനോടും നിലപാട് തേടിയിട്ടുണ്ട്, അവരുടെ നിലപാട് കൂടി കേൾക്കും. തുടർന്ന് ഇത് CBIക്ക് വിടണമോ അതോ ഇപ്പോഴത്തെ സംഘം മാത്രം അന്വേഷിച്ചാൽ മതിയോ എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സാങ്കേതിക നടപടികൾ മാത്രമാണ് നടന്നത്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയിൽ കോടതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായത് നിവൃത്തി വരുത്തി. അത് സാധാരണഗതിയിലുള്ള ഒരു സംശയ നിവൃത്തി മാത്രമാണ് ഉണ്ടായത്. ശ്രീകാന്ത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ SIT പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന SIT പറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം അന്വേഷണ സംഘം തീർത്തും അപര്യാപ്തമായ രീതിയിൽ അന്വേഷിക്കുകയും ഉഴപ്പുകയും PP ദിവ്യയെ പറ്റി ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിരിക്കുന്ന ഘട്ടത്തിലാണ് SIT ഉണ്ടാകുന്നത്. SITയിൽ വലിയ പ്രതീക്ഷയോടെ നവീൻ ബാബു കുടുംബമല്ല കേരളം ഒന്നാ കണ്ടതാണ്. പക്ഷേ SIT അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാൻ നോക്കുന്നു എന്ന അതിഗുരുതര ആരോപണം ഉന്നയിക്കുകയാണല്ലോ ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം. ഇന്നിപ്പോൾ കോടതിയിൽ വാദിക്കുമ്പോഴും അത് അങ്ങനെ ആവർത്തിക്കുകയാണോ ആ കുടുംബം? രണ്ടാമത്തെ കാര്യം, ഇതിൽ സർക്കാർ നൽകുന്ന മറുപടി എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുടുംബത്തിനൊപ്പമാണെന്ന് സർക്കാരും പാർട്ടിയും ആവർത്തിക്കുമ്പോൾ ആ കുടുംബം ഉന്നയിക്കുന്ന CBI അന്വേഷണം എന്ന ആവശ്യത്തിനൊപ്പം നിൽക്കുമോ എന്നതുകൂടി ആ കേസിൻ്റെ വരും ദിവസങ്ങളിലെ വലിയ ആകാംക്ഷയാണ്. ശ്രീകാന്ത്, ഹഷ്മി, ഇന്ന് അതിനും മാത്രം വിശാലമായ വാദത്തിനുള്ള സമയം കിട്ടിയില്ല. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി നോട്ടീസ് അയച്ചു, തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അത് മാത്രമേ നടന്നുള്ളൂ. അതിനിടയിൽ കിട്ടിയ ഒരു 2-3 മിനിറ്റ് സമയം മാത്രമാണ്. അതിനുള്ളിൽ പറയാവുന്ന കാര്യമേ അഭിഭാഷകനും എന്ന് പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി സർക്കാർ ഒരു സത്യവാങ്മൂലം വയ്ക്കും, കേസ് ഡയറി വയ്ക്കും, അതിന് മറുപടി സത്യവാങ്മൂലം എന്തായാലും മഞ്ജുഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേ നടക്കൂ. പക്ഷെ ഒരു കാര്യം, അവർ നൽകിയ ഹർജിയിൽ അവർക്ക് പറയാനുള്ളതെല്ലാം അവർ അക്കമിട്ട് പറയുന്നുണ്ട്. അതിലവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസ് പ്രാഥമിക അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ശ്രീജിത്താണ്, SHO, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ SHOയാണ്. ആ വ്യക്തി തന്നെയാണ് SITയുടെയും അന്വേഷണ സംഘത്തലവനായുള്ളത്. തെളിവ് ശേഖരിക്കുന്നതും സാക്ഷിമൊഴി എടുക്കുന്നതും അദ്ദേഹമാണ്. ഈ കേസ് ഒരിക്കലും നന്നാവില്ല എന്നുള്ളതിന് ഇതിൽ പരം ഒരു ഉദാഹരണം ഇനി വേണ്ട എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. ഈ ശ്രീജിത്ത് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ആക്ഷേപത്തിന്, ഈ കുടുംബത്തിൽ നിന്നും ആക്ഷേപത്തിന് വിധേയനായ ഉദ്യോഗസ്ഥനാണ്. അതവർ ചൂണ്ടിക്കാണിക്കുന്നു. 2, പോലീസോ SITയോ ഈ ആത്മഹത്യാക്കുറിപ്പ് മുക്കിയിട്ടുണ്ടോ എന്ന് ഗുരുതരമായ സംശയം അവർ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഈ നവീൻ ബാബുവിന്റെ ഫോൺ ഇപ്പോൾ SITയുടെ കയ്യിലാണ്. ആ ഫോണിൽ ഇനി ആത്മഹത്യാക്കുറിപ്പുണ്ടെങ്കിൽ ഈ പോലീസ്, ഈ അന്വേഷണ സംഘം അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുമോ എന്നുള്ളതും അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം അവർ പറയുന്നത് നിർണായകമായ തെളിവുകൾ കുഴിച്ചുമൂടാൻ ഈ SIT ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്രിമ തെളിവുകൾ പ്രതിക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും അവർ പറയുകയാണ്. ഈ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ അക്കമിട്ട് നിരത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും വിവരം ശേഖരിക്കാൻ പോലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പോലീസ് പൂർണ്ണമായ വീഴ്ചയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇരയ്ക്കൊപ്പമല്ല നിന്നത്, പകരം വേട്ടക്കാർക്കൊപ്പമാണെന്ന് കോടതിക്ക് മുൻപാകെ, നീതിന്യായ പീഠത്തിന് മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ് അവർ. ശ്രീകാന്ത്, എനിക്ക് തോന്നുന്നു ഈ കേസിന്റെ വഴിത്തിരിവിലേക്ക് പോകുന്നു എന്ന് പറയാനുള്ള കാരണം, നവീൻ ബാബുവിൻ്റെ മരണത്തെ പറ്റിയുള്ള സംശയങ്ങൾ കുടുംബം പറയുന്നുണ്ടെങ്കിലും കോടതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ ഇത്രത്തോളം ഗുരുതരമായ അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. ആ സംശയങ്ങൾക്ക് ശരിയായ ലോജിക്കുണ്ട്. അതിന് കാരണം എന്താണ്? പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളും ഈ പറയുന്ന ഉറ്റവരുടെ, ഏറ്റവും അടുപ്പക്കാരുടെ, ബന്ധുക്കളുടെ സ്ഥാനത്തിലാവണം എന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യം അവിടെ നിരാകരിക്കപ്പെട്ടു. കുടുംബത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യും മുൻപ് നവീൻ ബാബുവിനെ ഒരു വേള കാണാൻ കഴിഞ്ഞില്ല. ഒരുപാട് ദുരൂഹതകൾ, ഈ പറയുന്ന CCTVകൾ ശേഖരിച്ചില്ല, ഈ പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചില്ല. നവീൻ ബാബു അവസാന മണിക്കൂറുകളിൽ ആര് കണ്ടു, ആര് കാണാതിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യവഹാര വഴിയിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നൊരർത്ഥമില്ലേ ശ്രീകാന്ത്? ഹഷ്മി, നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നത് പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് അടിവരയിട്ട് പറയുകയാണ്. കാരണം അവർ ആത്മഹത്യയിൽ വിശ്വസിക്കുന്നില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന ആത്മഹത്യാ തിയറിയിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് പോലും സംശയിക്കുന്നതായും ആ വഴിക്ക് പരിശോധനകൾ പോയില്ല എന്നും അവർ പറയുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നതേ ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനി ഹാഷ്മി ചൂണ്ടിക്കാണിച്ച കാര്യം,
ഈ കുടുംബം എത്തുന്നതിന് മുൻപ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ഒരാരോപണം. രണ്ടാമത്, പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ഓട്ടോപ്സി ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഈ കുടുംബം. കാരണം PP ദിവ്യയുടെ ഭർത്താവും ഈ പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലം പരിയാരം മെഡിക്കൽ കോളേജാണ്. അവിടെ ഇത് നടത്തിയാൽ നീതിപൂർവമായ ഓട്ടോപ്സി നടക്കില്ല എന്നവർ പറയുകയുണ്ടായി. പക്ഷേ നവീൻ ബാബു ജില്ലാ കളക്ടർ പറഞ്ഞത് ഞാനെല്ലാം നോക്കിക്കോളാം, എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ഓട്ടോപ്സി നടത്താൻ നിർബന്ധിച്ചത്, അവിടെ ചെയ്തത് എന്നുള്ളതാണ് ഈ കുടുംബം ഹർജിയിൽ ആരോപിക്കുന്നത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഇത് ആത്മഹത്യ മാത്രമാണ് എന്നുള്ളതാണ് തങ്ങൾക്ക് കിട്ടിയത്. തങ്ങൾ ഇതിൽ അതീവ ദുഃഖിതരാണ്, അട്ടിമറി നടന്നിട്ടുണ്ട് എന്നവർ ആരോപിക്കുന്നു. മറ്റൊന്ന്, ഈ ജില്ലാ കളക്ടറും ഈ PP ദിവ്യയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നും ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ഈ കളക്ടറുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ അതെന്തുകൊണ്ട് ഇതുവരെ ശേഖരിച്ചില്ല എന്ന കാര്യം അവർ ചോദിക്കുന്നു. ഈ കളക്ടറുടെ പെരുമാറ്റമടക്കം, കളക്ടർ ആരെയൊക്കെ കണ്ടു എന്നതടക്കം അറിയാൻ കളക്ടറേറ്റിന് ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നവർ ചോദിക്കുന്നു. അതായത് അവരുടെ സംശയങ്ങൾ അവർ അക്കമിട്ട് ചോദിക്കുകയാണ്, നടന്ന വീഴ്ചകൾ അവർ അക്കമിട്ട് പറയുകയാണ്. അത് ഓരോന്നും ഈ പ്രതിയെ സംരക്ഷിക്കാനാണ് എന്നവർ പറയുന്നു. ജില്ലാ കളക്ടർക്കെതിരെ CBI അന്വേഷണം വേണം എന്നുള്ളതാണ് അവരുടെ മറ്റൊരാവശ്യം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിൽ യാതൊന്നും ചെയ്യാനില്ല, ആ സംഘത്തെ ഈ കുടുംബം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കാവശ്യം മറ്റൊരു ഏജൻസിയാണ്, അത് CBI ആണെന്ന് അവർ കോടതിയെ അറിയിക്കുന്നു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകാണ് കോടതിയിലെ